ഹലോ, വെൽക്കം ടു ഷൈവിൻ സൊല്യൂഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാലൻസ് ബോണ്ട് തിയറിയാണ്. കോർഡിനേഷൻ കെമിസ്ട്രി ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 5ാമത്തെ വീഡിയോ ആണ്. മുമ്പത്തെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആ വീഡിയോസ് കാണാം. അപ്പോൾ നമുക്ക് കോർഡിനേഷൻ കെമിസ്ട്രിയിലെ വാലൻസ് ബോണ്ട് തിയറി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതേ പറയട്ടെ, വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്നത് സാധാരണ മോളിക്യൂളിലെ വാലൻസ് ബോണ്ട് തിയറി അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, കോർഡിനേഷൻ കോമ്പൗണ്ട്സിലുള്ള വാലൻസ് ബോണ്ട് തിയറിയാണ്. അപ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ വാലൻസ് ബോണ്ട് തിയറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. വാലൻസ് ബോണ്ട് തിയറിയിൽ പ്രധാനമായിട്ടും 3 പോസ്റ്റുലേറ്റുകളാണുള്ളത്. ഈ 3 പോസ്റ്റുലേറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് വാലൻസ് ബോണ്ട് തിയറി വർക്ക് ചെയ്യുന്നത്. ഏതാണ് പോസ്റ്റുലേറ്റ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത്, ബോണ്ടിങ് ഇൻ മെറ്റൽ കോംപ്ലക്സസ് എറൈസസ് വെൻ എ ഫിൽഡ് ലിഗാൻഡ് ഓർബിറ്റൽ ഓവർലാപ്പ് വിത്ത് വാക്കന്റ് hybrid orbit of metal എന്നാണ്. രണ്ടാമത്തെ, ദി സ്ട്രോങ് ലിഗാൻഡ് ഹാസ് ദി ടെൻഡൻസി ടു പെയർ അപ്പ് ദി d orbital of the metals. On the other hand, weak ligand do not have the tendency to pair up the d orbital of the metal. മൂന്നാമത്തെ, the bond formed between the metal and strong ligand like CN, CO, etc. is considered to be covalent, but the bond between the metal and the weak ligand is ionic in nature എന്നാണ്. ഇതാണ് 3 പോസ്റ്റുലേറ്റുകൾ. ഇനി എന്താണ് ഈ പോസ്റ്റുലേറ്റുകൾ പറയുന്നത് നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ഇതാണ്, ബോണ്ടിങ് ഇൻ മെറ്റൽ കോംപ്ലക്സസ് അറൈസ്. എങ്ങനെയാണ് ഒരു മെറ്റൽ കോംപ്ലക്സസിൽ ബോണ്ടിങ് ഉണ്ടാക്കുന്നത് എന്നാണ്. അതായത് ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. ഒരു മെറ്റലും ലിഗാൻഡും ഉണ്ടാവും. അതിൽ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് കൊടുക്കുക എപ്പോഴും ലിഗാൻസ് ആണ് ഇലക്ട്രോൺസ് കൊടുക്കുന്നുള്ളൂ. മെറ്റൽ ഇലക്ട്രോൺസ് കൊടുക്കുന്നില്ല. സാധാരണ കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ ഒരാറ്റവും മറ്റേ ആറ്റവും കൊടുത്തിട്ടല്ലേ ബോണ്ട് ഉണ്ടാക്കുക. ഇതിൽ കോർഡിനേറ്റ് ബോണ്ടാണ്. ഇതിൽ 2 ഇലക്ട്രോൺ കൊടുക്കുന്നത് ഒരാറ്റമാണ്. എല്ലാ സമയത്തും ലിഗാൻസ് ആയിരിക്കും ഇലക്ട്രോൺസ് കൊടുക്കുന്നത്. മെറ്റൽസ് എന്താ ചെയ്യുക, മെറ്റൽസ് ഓർബിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ലിഗാൻഡ് കൊടുക്കുന്ന ഇലക്ട്രോൺ വാങ്ങാൻ വേണ്ടിയിട്ടാണ് മെറ്റൽസ് ഓർബിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റൽസ് എങ്ങനെയുള്ള ഓർബിറ്റൽസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക, വേക്കൻ്റ് ഓർബിറ്റൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ വേക്കൻ്റ് ഓർബിറ്റൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽസ് എന്ത് ചെയ്യും, ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കും. അങ്ങനെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തിട്ടുള്ള ഡി ഓർബിറ്റൽസ് ആണ് മെറ്റൽ പ്രൊവൈഡ് ചെയ്യുക. അത് ഡി ഓർബിറ്റൽസ് തന്നെ ആവണമെന്നില്ല, എസും ഡിയും പി എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഓർബിറ്റലും ആവാം. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത് വെച്ചാൽ, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് അതാണ് വാലൻസ് ബോണ്ട് തിയറിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം. സ്ട്രോങ് ലിഗാൻഡ് വരികയാണെങ്കിൽ ഇന്നർ ഡി ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുക. വീക്ക് ലിഗാൻഡ്സ് വരികയാണെങ്കിൽ ഔട്ടർ ഓർബിറ്റലാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടത്. ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും കോർ പോയിന്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ടെട്രാഹൈഡ്രൽ മോളിക്യൂൾ ആണെന്ന് വിചാരിക്കുക. ടെട്രാഹൈഡ്രൽ മോളിക്യൂൾ ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, 4 ലിഗാൻഡായിട്ട് മെറ്റൽ ബോണ്ട് ഉണ്ടാക്കണം. അപ്പോൾ 4 ലിഗാൻഡായിട്ട് ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ 4 ഓർബിറ്റൽസ് വേണം. അപ്പോൾ സാധാരണ ടെട്രാഹൈഡ്രൽ ആണ് വേണ്ടതെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷനാണ് നടക്കുക. ഇനി ഒക്ടാഹൈഡ്രൽ ആണ് എങ്കിൽ 2 സിറ്റുവേഷൻ ഉണ്ട്. എന്താ വരിക, അത് sp3d2 ആവാം, d2sp3 ആവാം. d2sp3 എന്ന് പറയുന്നത് ഉള്ളിലത്തെ ഡി ഓർബിറ്റലാണ് പങ്കെടുക്കുക. സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ ഉള്ളിലത്തെ ഡി ഓർബിറ്റലാണ് പങ്കെടുക്കുക, അതുകൊണ്ട് d2sp3 ആയിരിക്കും. വീക്ക് ലിഗാൻഡ് ആണെങ്കിൽ പുറത്തെ ഡി ഓർബിറ്റലാണ് പങ്കെടുക്കുക, അതുകൊണ്ട് sp3d2 ആയിരിക്കും ഹൈബ്രിഡൈസേഷൻ. ഇതാണ് ലോജിക്കലായിട്ടുള്ള ഐഡിയ. ഓക്കെ, ഇനി മൂന്നാമത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ട്രോങ് ലിഗാൻഡ് ആയിട്ടുള്ള CN CO ഒക്കെ ആണെങ്കിൽ ആ ബോണ്ടിന് ഒരു കോവാലന്റ് നേച്ചർ ഉണ്ടെന്നും, വീക്ക് ലിഗാൻഡ് ആയിട്ടുള്ള ഹാലജൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള ലിഗാൻഡ്സ് അയണിക് ആണെന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് മോളിക്യൂൾസ് എടുത്തിട്ട് ആ മോളിക്യൂൾസിൽ എങ്ങനെയാണ് ഈ ബോണ്ടിങ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്ന് പ്രാക്ടിക്കലി നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഒക്ടാഹൈഡ്രൽ മോളിക്യൂളാണ്. ഒക്ടാഹൈഡ്രൽ മോളിക്യൂൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലത്തെ ഡി ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കുന്നതും പുറത്തെ ഡി ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കുന്ന 2 ടൈപ്പ് മോളിക്യൂൾ ഉണ്ടാവും. നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്, അതായത് ഉള്ളിലെ ഡി ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ടൈപ്പ് മോളിക്യൂളാണ്. അപ്പോൾ ഫസ്റ്റ് മോളിക്യൂൾ ഇതാണ്, COCN6 × 3 ആണ്. നമ്മൾ ആദ്യം മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കണം. ഇപ്പോൾ CN -1 ചാർജ് ആണ്, അപ്പോൾ CO എന്താണ് ഉണ്ടാവുക, അപ്പോൾ -6 ആയിരിക്കും. ഇപ്പോൾ CO +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണുള്ളത്. കൊബാൾട്ട് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്,
S2D7 ആണ്. കൊബാൾട്ട് +3 ആണെങ്കിലോ S0D6 വരും. റെഡിയാണല്ലോ. അപ്പോൾ S0D6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നമുക്ക് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ 6 ഇലക്ട്രോൺസ് ഉണ്ട് D6. എസ്സിൽ ഒരു ഓർബിറ്റിൽ ഇങ്ങനെ P, ഇത് കഴിഞ്ഞിട്ട് D. അപ്പോൾ ഇത് 3D ആണ്, ഇത് 4S, ഇത് 4P, ഇത് 4D ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം CN സ്ട്രോങ് ലിഗാൻഡ് ആണ്. ഇങ്ങനെയുള്ള സ്ട്രോങ് ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? റീഅറേഞ്ച്മെൻറ്റ് നടക്കും. ഈ ഉള്ളിലത്തെ ഇലക്ട്രോൺസ് റീഅറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട് ഉള്ളിലത്തെ ഓർബിറ്റിലും കൂടി ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന രീതിയിൽ റീഅറേഞ്ച്മെൻറ്റ് നടക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും റീഅറേഞ്ച്മെൻറ്റ് നടക്കുക? ഈ 2 ഇലക്ട്രോൺസും ഇവിടേക്ക് പാരിങ് നടക്കും. അപ്പോൾ ഈ 2 d ഓർബിറ്റിൽ ഫ്രീ ആവും. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ നടക്കുക ഇങ്ങനെയാണ്. D2sp3 ഹൈബ്രിഡൈസേഷനാണ് നടക്കുക. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം പറയാൻ പറ്റും? നമുക്ക് ഹൈബ്രിഡൈസേഷൻ പറയാൻ പറ്റും. സ്ട്രക്ചർ നമുക്കറിയാം. മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഒക്ടാഹെഡ്രൽ ആയിരിക്കും. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പറയാൻ പറ്റും. ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആണ്, അതുകൊണ്ട് എന്തായിരിക്കും? ഇത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് D2sp3 ആണ്, ഒക്ടാഹെഡ്രലാണ്, ഡയാമാഗ്നറ്റിക് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാണ് സ്ട്രോങ് ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ ഇന്നർ d ഓർബിറ്റിലാണ് ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കുക. വീക്ക് ലിഗാൻഡ് ആണെങ്കിൽ ഇങ്ങനെ റീഅറേഞ്ച്മെൻറ്റ് നടക്കില്ല, പകരം പുറത്തുള്ള d ഓർബിറ്റിൽ ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കും. ഇതാണ് കൺസെപ്റ്റ്. അടുത്ത മോളിക്യൂള് CONO2 6 times 4- ആണ്. അപ്പോൾ ഈ മോളിക്യൂളിൽ എങ്ങനെയാണ് നമ്മൾ വാലൻസ് ബോണ്ട് തിയറി അപ്ലൈ ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ കൊബാൾട്ട് ഏതാ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവുന്നത്? -1 ആണ്. NO2 -1 ആണ്. -1 × 6 വരും. അപ്പോൾ ഇത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ കൊബാൾട്ട് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കൊബാൾട്ട് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് വരിക? S0D7 ആണ് വരിക. S0D7 വരും. അപ്പോൾ S0D7 ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള മീൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനുള്ള ഒരു മോളിക്യൂൾ ആണ് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? നമ്മൾ D ആദ്യം വരയ്ക്കും. D7 ആണ്. 7 ഇലക്ട്രോൺ ഡിയിലുണ്ടാവും. പിന്നെ എസ്സിൽ ഇല്ല, പിയിൽ ഇല്ല, അപ്പം ഇതെങ്ങനെയാണ് വരിക? 3D, 4S, 4P, 4D, 5S. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NO2 എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ലിഗാൻഡ് ആകുമ്പോൾ സംഭവിക്കും ഇന്നർ ഓർബിറ്റിൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കണം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കണ്ട മോളിക്യൂളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ചെയ്താൽ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺസ് ഉണ്ട് ഡിയിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇലക്ട്രോൺ ഇവിടേക്ക് വന്നാലും ഇവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ അധികം വരും അല്ലേ? ഈ ഇലക്ട്രോൺ ഞാൻ ഇവിടേക്ക് ഫില്ല് ചെയ്താലും ഇവിടെ 2 d ഓർബിറ്റിൽ നമുക്ക് വാക്കൻ്റ് ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മോളിക്യൂളിന് ഒരു അറേഞ്ച്മെൻറ്റ് നടത്തേണ്ടി വരും. അപ്പം ഹൈബ്രിഡൈസേഷൻ നടക്കണമെങ്കിൽ ഒക്ടാഹെഡ്രലാണെങ്കിൽ D2sp3 വരണ്ടേ? ഇവിടെ എന്താണ്? D2sp3 വരില്ല. ഇങ്ങനെയാണ് ഇലക്ട്രോൺ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു d ഓർബിറ്റിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ഹൈബ്രിഡൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ മോളിക്യൂൾ എന്താ ചെയ്യുക? ഈ മോളിക്യൂളിൽ ഈ ഇലക്ട്രോൺ ഇവിടെ ഡിയിലുള്ളതിന് പകരം എന്ത് ചെയ്യും? ഈ ഡിയിലുള്ള ഇലക്ട്രോൺ ഇവിടുന്ന് എക്സൈറ്റ് ചെയ്തിട്ട് 5s പോയിട്ടാണ് എന്ത് ചെയ്യുക? d ഓർബിറ്റിനെ വാക്കൻ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാവുക? S, 4P, ആ ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്തിട്ട് 5s പോകും. അപ്പോൾ 3Dയിൽ 6 ഇലക്ട്രോൺ, 4s, 4P, 4D, 5s ഇങ്ങനെ ഉണ്ടാവുക. അതിനുശേഷം എന്ത് ചെയ്യും? ഇത്
D2sp3 ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒക്ടാഹൈഡ്രൽ മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്താണ്? മോളിക്യൂൾ ഒക്ടാഹൈഡ്രലാണ്, ഹൈബ്രിഡൈസേഷൻ D2sp3 ആണ്. പക്ഷേ ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവുന്നതുകൊണ്ട് ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താ വരിക? ഇത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇങ്ങനെയാണ് മോളിക്യൂൾ ഉണ്ടാവുക. ഇതാണ് CONO2 6 times 4- എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ടുള്ള ബോണ്ടിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഞാനിവിടെ ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ട്, CrCN 6 times 3- എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ. ഈ മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെ ഉണ്ടാവുന്നു, ഇതിൻ്റെ ബോണ്ടിങ് എങ്ങനെ ഉണ്ടാവുന്നു, പ്രോപ്പർട്ടീസ് എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത് നമ്മൾ പറയുന്നത് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ വീക്ക് ലിഗാൻസ് ആയിരിക്കും. വീക്ക് ലിഗാൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക നോക്കാം നമുക്ക്. ഇത് എന്താണ്? COF6 3- ആണ് മോളിക്യൂള്. ഇപ്പോൾ COF6 3- എന്ന് പറയുമ്പോൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും കൊബാൾട്ട് ഉണ്ടാവുക. കൊബാൾട്ട് +3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം S2D6 ആണ് കൊബാൾട്ട് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ. അപ്പോൾ എന്താ വരിക? S0D6 വരും കൊബാൾട്ട് +3 എന്ന് പറയുമ്പോൾ, അല്ലേ? S0D6 ആണ്. അപ്പം ഡിയിൽ 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. പിന്നെ എസിലില്ല, പിയിലില്ല, ഡിയിൽ ഇല്ല. അപ്പോൾ 3D 4S 4P 4D വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? വീക്ക് ലിഗാൻഡ് ആണ്. വീക്ക് ലിഗാൻഡ് വരുമ്പോൾ എന്താണ്? ഔട്ടർ ഓർബിറ്റിലാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ ഉണ്ടാവുക. sp3d2 ആയിരിക്കും. റെഡി? sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് നടക്കുക. അപ്പോൾ ഇതാണ് COF6 3- എന്ന് പറയുന്ന കോംപ്ലക്സിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ്, ഒക്ടാഹൈഡ്രലാണ്. ഇലക്ട്രോൺസ് എല്ലാം പെയ്ഡ് അല്ല, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും വരിക? പാരാമാഗ്നറ്റിക് ആയിരിക്കും പ്രോപ്പർട്ടി വരിക. അടുത്ത മോളിക്യൂളാണ് CrH2O 6 times 2+. അപ്പോൾ ഇവിടെ Cr എന്താണ്? 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. Cr2+ എന്ന് പറഞ്ഞാൽ S0D4 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാവുക. അപ്പോൾ D4 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവും. D 4S 4P 4D. ഇവിടെയും എന്താണ്? sp3d2 ആണ് ഹൈബ്രിഡൈസേഷൻ ഉണ്ടാവുക. ഓക്കെ, ഈ ഇന്നർ ഡി ഓർബിറ്റലിൽ പങ്കെടുക്കില്ല. വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്. ലിഗാൻഡ് എന്താണ്? വീക്ക് ലിഗാൻഡാണ്. അപ്പോൾ എന്താണ്? ഔട്ടർ ഓർബിറ്റലാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുക. sp3d2 ആയിരിക്കും ഹൈബ്രിഡൈസേഷൻ. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, പാരാമാഗ്നറ്റിക് ആയിരിക്കും മോളിക്യൂൾ. ഇനി നമുക്ക് ടെട്രാഹൈഡ്രൽ മോളിക്യൂളിൻ്റെ കേസ് നോക്കാം. അപ്പോൾ ടെട്രാഹൈഡ്രൽ മോളിക്യൂളിൻ്റെ കേസിൽ നമ്മളെപ്പോഴും എന്താണ്? വീക്ക് ഫീൽഡ് ലിഗാൻഡ് പോലെ കാണണം. എപ്പോഴും എന്താണ് വരിക? sp3 ഹൈബ്രിഡൈസേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ NiCl4 2- ആണ്. നിക്കൽ എന്താണ്? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുണ്ടാവുക. +2 ഓക്സിഡേഷൻ നിക്കൽ എന്ന് പറയുമ്പോൾ നിക്കൽ +2 എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? S0D8 ഉണ്ടാവും. അപ്പോൾ D 4S 4P ഉണ്ടാവും. ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3 ആയിരിക്കും. ഇപ്പോൾ വീക്ക് ആയിട്ടുള്ളതാണെങ്കിൽ ഉള്ളിലെ ഡി ഓർബിറ്റിൽ പങ്കെടുക്കില്ല. ടെട്രാഹൈഡ്രൽ ആണെങ്കിൽ ഉള്ളിലെ ഡി ഓർബിറ്റിൽ പങ്കെടുക്കില്ല, പുറത്തെ ഡി ഓർബിറ്റിലാണ് പങ്കെടുക്കുക. പുറത്തെ ഓർബിറ്റൽസ് ആണ് പങ്കെടുക്കുക. sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അതുകൊണ്ട് എന്താണ് വരിക? sp3 ഹൈബ്രിഡൈസേഷൻ ടെട്രാഹൈഡ്രൽ ആയിരിക്കും മോളിക്യൂൾ ഉണ്ടാവുക. അപ്പം ഇവിടെ ഇലക്ട്രോൺസ് എന്താണ്? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? പാരാമാഗ്നറ്റിക് ആണ്, ടെട്രാഹൈഡ്രലാണ്, sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇപ്പോൾ ഈ മോളിക്യൂൾ ഒന്ന് ശ്രദ്ധിക്കുക. NiCO4 times. ഇവിടെ എന്താണ്? ഇവിടെ നിക്കൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിക്കൽ ഇവിടെ എന്താണ്? 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്നുള്ളതാണ്. നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാവുന്ന സമയത്ത് നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ S0D8 ആയിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ സാധാരണ നമ്മൾ പറയുമ്പോൾ തെറ്റിപ്പോകുന്ന ടൈപ്പ് ഒരു മോളിക്യൂളാണ്. കാരണം CO എന്ന് പറയുന്നത് സ്ട്രോങ് ലിഗാൻഡ് ആണ്.
അപ്പോൾ സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ ഉള്ളിലെ ഡി ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കണമെന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊരു വയലേഷൻ വരുന്ന ഒരു സിസ്റ്റമാണിത്, അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഡിയിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവും, ഡിയിൽ 8 ഇലക്ട്രോൺ, എസിൽ 2 ഇലക്ട്രോൺ, പി വാക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് 3D, ഇത് 4s, ഇത് 4p. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എസിൽ ഇലക്ട്രോൺ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെ എന്താണ് വരിക, ഈ 2 ഇലക്ട്രോൺസ് ഇവിടെ ഫില്ലായി കഴിഞ്ഞാൽ ഇവിടെ ഡി ഫുള്ളാവും. ഓക്കെ, എസ് ഇങ്ങനെ വെക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഡിയിൽ വാക്കൻ്റ് ഓർബിറ്റൽസ് ഉണ്ടാക്കാൻ ഈ സിസ്റ്റത്തിന് പറ്റില്ല, കാരണം ഇത് ഡി ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരേ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ, ഇതിന് sp3 മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. DsP2 എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇതിന് പോസിബിൾ അല്ല. അതുകൊണ്ട് ഈ മോളിക്യൂള് എന്താണ്, ടെട്രാഹൈഡ്രലാണ്. അത് D10 സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ എന്താണ്, നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ കണ്ട സിസ്റ്റത്തിൽ നിക്കൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരുന്നു. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ സ്ട്രോങ് ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ അത് ഇന്നർ ഡി ഓർബിറ്റിൽ പങ്കെടുക്കും. പക്ഷേ ഇവിടെ എന്താണ്, ഇത് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മോളിക്യൂൾ എന്താണ്, ഇത് ടെട്രാഹൈഡ്രലാണ്, sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. പക്ഷേ എന്താണ്, ഇലക്ട്രോൺസ് എല്ലാം പെയർഡാണ്, ഡയാമാഗ്നറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ മോളിക്യൂളിൻ്റെ അടുത്ത് ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് സ്ക്വയർ പ്ലാനാർ മോളിക്യൂളിൻ്റെ കേസ് ഒന്ന് നോക്കാം. ഈ സ്ക്വയർ പ്ലാനാർ മോളിക്യൂളിൻ്റെ കേസ് നോക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള സിസ്റ്റമാണ്. നമ്മൾ NiCl 4 ടൈംസ് പറഞ്ഞു, NiCO പറഞ്ഞു, അടുത്ത മോളിക്യൂൾ NiCN ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിക്കൽ എന്താണ്, നിക്കൽ ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. നിക്കൽ +2 എന്ന് പറഞ്ഞാൽ എന്താ വരിക, S0D8 വരും. ഓക്കെ, S0D8 എന്ന് പറഞ്ഞാൽ ഡിയിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ വരും 3D 4s 4p. ഇപ്പോൾ ഇവിടെ എന്താണ്, CN എന്ന് പറയുന്നത് സ്ട്രോങ് ലിഗാൻഡ് ആണ്. ഉള്ളിലത്തെ ഡി ഓർബിറ്റിൽ റീഅറേഞ്ച്മെൻറ്റിൽ പങ്കെടുക്കും. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ ഓർബിറ്റിലേക്ക് വന്നിട്ട് ഇങ്ങനെയാണ് വരിക. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഡി ഓർബിറ്റിൽ വാക്കൻ്റ് ആവും. എന്നിട്ടാണ് എന്ത് ചെയ്യുക, ഹൈബ്രിഡൈസേഷൻ നടക്കുക. അപ്പോൾ DsP2 ഹൈബ്രിഡൈസേഷനാണ് നടക്കുക. DsP2 ഹൈബ്രിഡൈസേഷനാണ് നടക്കുക. ഇന്നർ ഡി ഓർബിറ്റിൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കും. അപ്പോൾ എന്താ വരിക, DsP2 എന്ന് പറയുമ്പോൾ ഇതെന്തായിരിക്കും, സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. DsP2 എന്ന് പറയുന്ന ഹൈബ്രിഡൈസേഷനാണ്, ഇത് സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. ഇലക്ട്രോൺസ് എല്ലാം പെയർഡാണ്. DsP2 ഹൈബ്രിഡൈസേഷനാണ്, ഇലക്ട്രോൺസ് എല്ലാം പെയർഡാണ്, ഡയാമാഗ്നറ്റിക് ആണ്. NiCl 4 ടൈംസ് നമ്മൾ കണ്ടു, അതെന്താണ്, ടെട്രാഹൈഡ്രലാണ്, ഇത് പാരാമാഗ്നറ്റിക് ആണ്. NiCO 4 ടൈംസ് നമ്മൾ കണ്ടു, ഇത് ടെട്രാഹൈഡ്രലാണ്, ഡയാമാഗ്നറ്റിക് ആണ്. NiCN 4 ടൈംസ് സ്ക്വയർ പ്ലാനാർ ആണ്, അത് ഡയാമാഗ്നറ്റിക് ആണ്. ഓക്കെ, അടുത്ത മോളിക്യൂൾ ഇതാണ്, CuNH3 4 ടൈംസ് 2+. അപ്പോൾ ഈ മോളിക്യൂളിൻ്റെ കേസിൽ കുറച്ച് പ്രത്യേകതകളുള്ള ഒരു മോളിക്യൂളാണ്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഇതിൽ കോപ്പർ എന്താണ്, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. കോപ്പർ +2 എന്ന് പറയുമ്പോൾ Cu2+ എന്ന് പറയുമ്പോൾ S0D9 സിസ്റ്റം വരും. അപ്പോൾ D9 സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. (3D 4s 4p). അപ്പോൾ ഇവിടെ 4 ഓർബിറ്റൽസ് ആണ് വേണ്ടത്, 4 ലിഗാൻഡ്സ് ആണുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇന്നർ ഡി ഓർബിറ്റലിന് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഓൾറെഡി ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോണിന് റീഅറേഞ്ച്മെൻറ്റ് പറ്റില്ല. പോസിബിൾ ആയിട്ടുള്ളത് sp3 മാത്രമാണ്. അപ്പോൾ sp3 ആണ് എങ്കിൽ മോളിക്യൂൾ എന്താണ്, ടെട്രാഹൈഡ്രലാണ് വരേണ്ടത്. പക്ഷേ ഈ മോളിക്യൂളിൻ്റെ ESR സ്റ്റഡീസും എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് സ്റ്റഡീസൊക്കെ പറയുന്നത് ഈ മോളിക്യൂൾ സ്ക്വയർ പ്ലാനാർ ആണെന്നാണ്. അപ്പോൾ ഇത് സ്ക്വയർ പ്ലാനാർ ആവണമെങ്കിൽ എന്താണ് പോസിബിലിറ്റി ഉള്ളത്, ആകെ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഓർബിറ്റിൽ എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യണം, ഇവിടുന്ന് പിയിലേക്ക് എക്സൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് സയൻറ്റിസ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ മോളിക്യൂളിൻ്റെ ഇങ്ങനെ വന്നിട്ട് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഒരു പി ഓർബിറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യും, 4pz ഓർബിറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യും. ഇവിടെ ഇലക്ട്രോൺ വരും, എന്നിട്ട്
DsP2 ഹൈബ്രിഡൈസേഷൻ നടക്കും. ഇങ്ങനെയാണ് നടക്കുന്നത്. ഇങ്ങനെയാണ് ഈ മോളിക്യൂളിൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ മോളിക്യൂൾ സ്ക്വയർ പ്ലാനർ ആണ്, പക്ഷേ ഒരു ഇലക്ട്രോൺ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് പാരാമാഗ്നറ്റിക് ആയിട്ട് നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ സ്ക്വയർ പ്ലാനർ ആണ് മോളിക്യൂൾ, DsP2 ഹൈബ്രിഡൈസേഷൻ ആണ്, ഇലക്ട്രോൺസ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് PZ ഓർബിറ്റലിലാണ്. അപ്പോൾ ഈ മോളിക്യൂൾ സ്ക്വയർ പ്ലാനർ ആണ്, DsP2 ഹൈബ്രിഡൈസേഷൻ ആണ്, പാരാമാഗ്നറ്റിക് ആണ്. റെഡിയാണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ വാലൻസ് ബോണ്ട് തിയറി കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടെട്രാഹൈഡ്രൽ പഠിച്ചു, ഒക്ടാഹൈഡ്രൽ പഠിച്ചു, സ്ക്വയർ പ്ലാനർ പഠിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ലിഗാൻഡ് ഫീൽഡ് തിയറി പറയും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലോ അല്ലാതെയോ എന്നെ അറിയിക്കുക. ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. കെമിസ്ട്രി മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. ബൈ.